പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് തടസ്സങ്ങളെ എങ്ങനെ അവസരമാക്കാം. നമുക്കറിയാം, നമുക്കെല്ലാം ധാരാളം തടസ്സങ്ങൾ, ബ്ലോക്കുകളുള്ളവരാണ്. പല രീതിയിൽ, തൊഴിൽ മേഖലയിലാവട്ടെ, സാമ്പത്തിക മേഖലയിലാവട്ടെ, കലാരംഗത്താവട്ടെ, ധാരാളം രീതിയിലുള്ള വെല്ലുവിളികൾ, തടസ്സങ്ങളുണ്ടായിരിക്കും. ഇതിന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെ തീരുമാനമാണ് എങ്ങനെ അതിനെ അതിജീവിക്കാം. നമ്മൾ നിത്യ പരിശീലനം കൊണ്ട്, പ്രാക്ടീസാണ് അതിലേക്കുള്ള വഴി. നിരന്തരമായ പരിശീലനം കൊണ്ട് നമുക്കതിനെ സാവകാശത്തിൽ അതിജീവിക്കാം. യാതൊരു സംശയവും വേണ്ട. ചരിത്രത്തിൽ വിജയിച്ചവരെല്ലാം അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഉടമകളായിരുന്നു. ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആവേശമുണ്ട്, അഭിനിവേശം ഉണ്ടാവും. അവിടെ എത്തിച്ചേരുവാനും നമ്മൾ വിചാരിച്ച രീതിയിൽ ജീവിതത്തെ എഡിറ്റ് ചെയ്യാനും മെച്ചപ്പെടുത്തുവാനുള്ളൊരു അഭിനിവേശം, ഒരാവേശം. അതിനുവേണ്ടി നമ്മൾ ജീവിക്കും, ഉണരും, പ്രവർത്തിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങും, തയ്യാറാവും. എന്ത് ക്ലേശങ്ങളും സഹിക്കാൻ നമ്മൾ സന്നദ്ധനാവും. നമ്മൾ അഭിനിവേശമാണ്, നമ്മൾ താല്പര്യമാണ്, ജന്മ അഭിലാഷമാണത്. അതായി തീരാൻ വേണ്ടി നിരന്തരമായ പരിശ്രമം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രഭാതത്തിൽ തീരുമാനിക്കാം, ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, എന്താണ് എൻ്റെ ജന്മനിയോഗം, എന്താണ് എൻ്റെ താല്പര്യം, എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, അതിനുള്ള പരിഹാരം എന്താണ്. നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ ഉള്ളുന്ന് ദൈവികമായി ചില ഉത്തരങ്ങൾ കിട്ടും നമുക്ക്. അത് വളരെ ശരിയായി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ഇൻഡ്യൂഷന് കാതോർക്കുക. അവിടെയാണ് കുറച്ച് സമയം നമ്മളെ സൈലൻസിലേക്ക് മാറ്റേണ്ടതുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തകളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിൻ്റെ ജൽപ്പനങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ വ്യക്തമായി നമ്മൾ ഭാവനയിൽ കാണുന്നു ജീവിതത്തെ, നമ്മളായിത്തീരുന്ന നമ്മുടെ ലക്ഷ്യത്തെ ഭാവനയിൽ നമ്മൾ ചിത്രീകരിക്കുന്നു. അങ്ങനെയല്ലേ സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. ആദ്യം ഭാവനയിലാണ് അത് കാണുന്നത്. ഒരാളുടെ ഭാവന വിശേഷമാണ്. അത് കഥയായി, പിന്നെ അത് വിഷ്വലായി, പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത്. ധാരാളം പേരുടെ കോൺട്രിബ്യൂഷൻ അതിലുണ്ട്, ധാരാളം പേർ. അത് വലിയൊരു സംരംഭമാണ്. അപ്പോൾ അതൊക്കെ ഭാവനയുടെ ലോകമാണ്. അപ്പോൾ നമുക്കും അതുപോലെ നമ്മുടെ ജീവിതത്തെ ഭാവനയിലൂടെ മാറ്റി എടുക്കുവാൻ കഴിയും. അതിനുവേണ്ടി ആവട്ടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ തീരുമാനം. ഓരോ ദിവസവും നമുക്ക് ഒരു അവസരം നൽകിയാണ് ഈ പ്രപഞ്ചം, പ്രകൃതി, യൂണിവേഴ്സൽ, അറിയാലോ. അപ്പോൾ അത് നന്നായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.